എടാ അപ്പൂസേ, എന്താടാ നിനക്ക് ഉറക്കം വരുന്നില്ലേ? നീ ഉറങ്ങിയാൽ തന്നെ എനിക്ക് അവിടെ പോയി പണിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഉറങ്ങാതെ കളിച്ചിട്ടേ ഇരിക്കണല്ലോ. എന്താടാ ഉറക്കം വരുന്നില്ലേ? നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാടാ? എനിക്കവിടെ കുറെ പണിയുള്ളതാ. നീ ഉറങ്ങിയാലല്ലേ അമ്മയ്ക്ക് പോയി പണിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എടാ അപ്പൂസേ, പണ്ടി കെട്ടിയതൊക്കെ മതി. ശരി, ഞാൻ നിന്നെ ഉറക്കാതെ തന്നെ പോയി പണി ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ വിട്ടാ നീ ഉറങ്ങൂല. അമ്മ നിന്നെ പാട്ട് പാടി ഉറക്കാട്ടോ. വാവാവോ ഉണ്ണിക്കുട്ടി വാവാവോ, അപ്പുക്കുട്ടി വാവാവോ, അമ്മന്റെ മുത്തുക്കുട്ടി വാവാവോ, പട്ടുക്കിളി വാവാവോ, അമ്മന്റെ മുത്തുമണി വാവാവോ. ഓ എൻ്റെ അമ്മോ, എങ്ങനെയോ പാട്ടൊക്കെ പാടി ഇവനെ ഒരു വഴിക്ക് ഉറക്കി. എന്തായാലും ഇനി ഒരു 2 മണിക്കൂർ തന്നെ ഉറങ്ങുള്ളൂ. അപ്പോഴേക്ക് വേഗം പണിയൊക്കെ തീർക്കണം. ശരി, ഇവൻ ഉറങ്ങട്ടെ, നമ്മ വേഗം പോയി പണിയൊക്കെ ചെയ്യാം. അപ്പൂസ് ഉറങ്ങാണോ? അമ്മൂസ് അപ്പുകുട്ടിയുടെ കൂടെ കളിക്കാനും പറഞ്ഞു വന്ന ഇവനെന്താ ഇനി എണീക്കാത്തത്? ഇത് അപ്പൂസേ, എണീക്കടാ, നമുക്ക് ബോൾ കളിക്കാം. അപ്പൂസ് എണീക്കുന്നില്ലല്ലോ. ശരി, അപ്പൂസ് എണീക്കുന്നവരെ നമുക്ക് വേറെന്തെങ്കിലും വെച്ച് കളിക്കാം. അപ്പൂസ് എണീക്കുന്നവരെ നമുക്ക് ഈ ദമ്മ തട്ടി കളിക്കാം. അമ്മൂസേ, നീ എന്താ ചെയ്തത്? എന്താ അപ്പുകുട്ടി കരയുന്നത്? ഒന്നും ചെയ്തിട്ടില്ലേ? ഞാൻ ഇവനെ കഷ്ടപ്പെട്ട് ഉറക്കിയിട്ട് പോയതായിരുന്നു. നീ ഇവിടെ ആ ചെണ്ടയും മേളവും കൊണ്ട് ഡമ്മു ഡമ്മെന്ന് തട്ടി ഉറങ്ങുന്ന കുട്ടീനെ വിളിച്ചെണുത്തില്ലേ? ശരി അമ്മൂസേ, നിനക്ക് കുറച്ചെങ്കിലും വിവരമുണ്ടോ? ഉറങ്ങുന്ന കുട്ടീൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ സൗണ്ട് ഇട്ടാ പിന്നെ കുട്ടി എണീക്കാതിരിക്കോ? അമ്മൂസേ, നിനക്കൊണ്ട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ കുട്ടി ഉറങ്ങുമ്പോ ഇങ്ങനെ സൗണ്ട് ഇടാൻ പാടില്ല എന്ന്? പറഞ്ഞത് കേൾക്കാതെ നീ വീണ്ടും വീണ്ടും അതന്നെ ചെയ്യുന്നില്ലേ? അറിയില്ലേ നിക്ക്? ഇപ്പൊ ചട്ടകം കൊണ്ട് 4 തല്ല് തരാ, അപ്പൊ നിനക്ക് എല്ലാം അറിയും. നീ എത്ര പറഞ്ഞാലും കേക്കില്ലല്ലേ അമ്മൂസേ? നിക്ക്, 4 തല്ല് തന്നാ തന്നെ നിനക്ക് മനസ്സിലാവും. അതെ, ഇങ്ങനെ അറിയാതെ ചെയ്തു എന്ന് പറഞ്ഞ് എത്ര പ്രാവശ്യം ഇതുപോലെ ചെയ്യുന്നത്? നിനക്ക് 4 തല്ല് തന്നാ തന്നെ പിന്നെ ഇത് ചെയ്യാൻ പാടില്ലെന്ന് നിനക്ക് അറിയുള്ളൂ. നോക്ക്, അപ്പൂസ് പാവം ഉറങ്ങിയിട്ടിരുന്നതാണ്. നീ തട്ടുന്ന സൗണ്ട് കേട്ട് അവൻ പേടിച്ച് എണീറ്റ് എങ്ങനെ കരയുന്നു നോക്ക്. നിന്നെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. 4 തല്ല് തന്നാ മാത്രം തന്നെ നീ ശരിയാവുള്ളൂ. ഓ പറയാലോ, അച്ഛൻ വരട്ടെ. അച്ഛൻ വന്നാൽ നീ ചെയ്തതൊക്കെ ഞാൻ പറയാ. അപ്പൊ അച്ഛൻ എന്നെ തല്ലില്ല, നിന്നെ തന്നെ തല്ലും. ഇല്ല, അച്ഛൻ അമ്മൂസ് തല്ലില്ല. അമ്മ അമ്മൂസ് തല്ല, അച്ഛൻ വന്ന് അച്ഛൻ അമ്മയെ തല്ലും. ഓ കാണാലോ, ഇപ്പൊ ഞാൻ നിനക്ക് 4 തല്ല് തരാം. നിന്റെ അച്ഛൻ വന്ന് എന്നെ എന്ത് ചെയ്യണം നോക്കട്ടെ. ഓ, കാലത്തിന് തുടങ്ങിയോ? ഇടി ഐഷു, എന്താ ഇവിടെ പ്രശ്നം?
എടി ഐഷു എന്താടി ഇപ്പൊ എന്തിനാ അവളെ തല്ലുന്നത്? എന്തിനു തല്ലണെന്നോ? എന്താണ് നിങ്ങളുടെ മകളെ കൊണ്ടെന്നെ ചോദിക്ക്. എടാ അമ്മൂസേ, അമ്മ തല്ലാൻ മാത്രം ഉണ്ണി എന്താടാ ചെയ്തത്? അമ്മ ഒന്നും ചെയ്തിട്ടില്ല. അമ്മ തന്നെ വെറുതെ അമ്മക്ക് തല്ലുന്നു. ഒന്നും ചെയ്തിട്ടില്ലേ? ഞാൻ ഇവനെ കഷ്ടപ്പെട്ട് ഉറക്കിയിട്ട് അവിടെ പണിയൊക്കെ ചെയ്യണമെന്നും പറഞ്ഞ് പോയതാ. അപ്പോഴേക്ക് ഇവള് വന്ന് ആ ചെണ്ടയും മേളം കൊണ്ട് ഡമ്മ് ഡമ്മെന്ന് തട്ടി ഉറങ്ങുന്ന കുട്ടീനെ വിളിച്ചെണീറ്റ് ഇപ്പൊ അവൻ കരഞ്ഞോണ്ടിരിക്കുവാണ്. കണ്ടോ കുട്ടി എങ്ങനെ പേടിച്ച് കരയുന്നതെന്ന്? ഇപ്പൊ ഞാൻ ഇവനെ നോക്കണോ അതോ അവിടെ പോയി പണി ചെയ്യണോ? അമ്മൂസേ എന്താടാ ഇത്? അപ്പുക്കുട്ടി ഉറങ്ങുമ്പോ എന്തിനാടാ അടുത്ത് വന്ന് സൗണ്ട് ഇട്ടത്? അയ്യോ ശരി പോട്ടെടാ, ഇനി അപ്പുക്കുട്ടി ഉറങ്ങുമ്പോ ഞാൻ അടുത്ത് വന്ന് സൗണ്ട് ഇടാൻ പാടില്ല കേട്ടോ. ഇതുപോലെ ഒരു 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാലേ വീണ്ടും വീണ്ടും അവൾ ഇതന്നെ ചെയ്യുള്ളൂ. അവൾക്ക് നല്ലോണം 4 തല്ല് കൊടുത്താൽ മാത്രം തന്നെ അവൾ ശരിയാവുള്ളൂ. ഇല്ലടാ, അമ്മയൊന്നും തല്ലില്ല, നീ കരയണ്ട. എടി ഐഷു ഒന്ന് മിണ്ടാതിരിക്കടി. അവള് ചെറിയ കുട്ടിയല്ലേ, അവൾക്ക് എന്തെങ്കിലും അറിയോ? അവൾ അറിയാതെ ചെയ്തതാ. ഇനി ഇതുപോലെ അവള് ചെയ്യില്ല. ഒന്ന് മിണ്ടാതിരിക്കി. ഇല്ല, ഇതുപോലെ പറഞ്ഞു നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ ചെല്ലം കൊടുത്താണ് അവൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പൊ 4 തല്ല് വെച്ചാൽ മാത്രം തന്നെ അവൾ ശരിയാവുള്ളൂ. അയ്യോ എടി ഐഷു ഒന്ന് മിണ്ടാതിരിക്കി. അവൻ തന്നെ കരയണം, നീ അവളെയും കൂടി ചേർത്ത് കരയിപ്പിക്കുകയാണോ? ഇപ്പൊ എന്താ അപ്പൂസ് എണീറ്റു? നിനക്ക് പണി ചെയ്യാൻ പറ്റില്ല, അത്രയല്ലേ ഉള്ളൂ. നീ പോയി പണി ചെയ്യ്. അപ്പൂസെ ഞാൻ നോക്കിക്കോളാം. അപ്പൂസ നോക്കണതൊക്കെ ശരി, പക്ഷെ നിങ്ങളുടെ മകൾ ഇങ്ങനെ പറഞ്ഞത് കേൾക്കാതെ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തോണ്ടിരിക്കുകയാണ്. എപ്പോഴും അവന് കേട് കാണിച്ചോണ്ടേ തന്നെ ഇരിക്കണ്. എടി അവള് വേണം വെച്ച് ചെയ്യാണോ? അവളും കുട്ടിയല്ലേ, അവള് ഏതോ അറിയാതെ ചെയ്തിട്ടുണ്ടാവും. വിട്, കുട്ടികളെ ഞാൻ നോക്കിക്കോളാം. നീ ആദ്യം പോയി പണി നോക്കുപ്പോ. അതെ, എന്നെ എപ്പോ നോക്കിയാലും പോന്ന് പറയ്. പക്ഷെ നിങ്ങളുടെ മകളെ നിങ്ങൾ ഒന്നും പറയണ്ട. നിങ്ങൾ അവളെ ശരിയാക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എടി അമ്മൂസേ, നിക്ക്, നിന്റെ അച്ഛൻ പണിക്ക് പോട്ടെ. നല്ല 4 തല്ല് വെച്ച് ഞാൻ നിന്നെ ശരിയാക്കാം. ഇല്ലടാ അമ്മൂസേ, അമ്മയൊന്നും അമ്മുക്കുട്ടിയെ തല്ലില്ല. അങ്ങനെ തല്ല അച്ഛൻ വിടുവോ? അങ്ങനെ അമ്മ അമ്മൂസെ തല്ലിയാ അമ്മൂസ അച്ഛൻ കൊണ്ട് പറയ്. അച്ഛൻ വന്ന് അമ്മനെ തല്ലാം. പിന്നെ തല്ലില്ലേ? എന്റെ അമ്മുക്കുട്ടിന്റെ മേലെ കൈവച്ചാ അച്ഛൻ വെറുതെ ഇരിക്കുവോ? അച്ഛൻ അമ്മനെ തല്ലുവാടാ, നീ കരയണ്ട. അച്ഛൻ തന്നെ അമ്മ ഉണ്ണിനെ തല്ലാതെ നോക്കാന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ കരയുന്നത്? കരയണ്ട മുത്തേ.